ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ടെസ്സി. ഞാൻ താമരശ്ശേരി രൂപതയിലെ പൂഴിത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു. 2024 ജൂലൈ മാസത്തിൽ ഞങ്ങളിവിടെ വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടിയിരുന്നു. അന്നു മുതൽ എല്ലാ ദിവസവും അത്ഭുത ജപമാല കൂടി ലൈവായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ കുടുംബത്തോടെ കൂടാറുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ഇളയ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ട് അവന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിച്ചു. അവരിവിടെ വന്ന് ധ്യാനം കൂടി അച്ഛൻ 90 അത്ഭുത ജപമാല കൂടണമെന്ന് പറഞ്ഞു. അത് 90ഉം അവർ കൂടി. അത് കഴിഞ്ഞ് അവർ കാനഡയ്ക്ക് പോയി. അപ്പോൾ അച്ഛൻ ടൊറൻറ്റോയിൽ വെച്ച് അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 മാസം മുമ്പ് അവർക്ക് ഈ 10 ദിവസം മുമ്പ് ഒരു കുഞ്ഞുണ്ടായി. നല്ലൊരു കൈയടി കൊടുത്ത് കണ്ട 5 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. വലിയ സന്തോഷമാണ് കേട്ടോ. എൻ്റെ മൂത്ത മകന് 2 തവണ ടൈഫോയിഡ് വന്നു. പനി കൂടുതലായി ആശുപത്രിയിലായിരുന്നു. മരുന്നുകളൊക്കെ ചെയ്തിട്ടും പനി കുറയുന്നില്ലായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് യൂറിനറി ബ്ലാഡറിൽ ഒരു ചെറിയ തടിപ്പുണ്ട്, അത് ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ബയോപ്സിക്ക് കൊടുത്ത് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു മകനെ ഭയപ്പെടേണ്ടതില്ല എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ റിസൾട്ട് അറിയുന്ന അന്ന് ഞാനിവിടെ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വന്നിരുന്നു. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, മകൻ്റെ അസുഖം ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതിന് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. സൗഖ്യം കിട്ടിയോ? സൗഖ്യം കിട്ടി, പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. മൂത്ത മകൻ്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞിന് പനി വന്നു കൂടുതലായി. അപ്പോൾ ന്യൂമോണിയയുടെ അടുത്ത സ്റ്റേജ് വരെയായി. ഞങ്ങൾ വളരെയധികം വേദനയോടെ ആശുപത്രി കിടക്കയിലിരുന്നു. അന്നും അത്ഭുത ജപമാല കൂടി. അപ്പോഴും അച്ഛൻ വിളിച്ചു പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം, ആശുപത്രി കിടക്കയിലുള്ള ഒരു കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അത് ഞങ്ങളായിരിക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന നന്ദി പറയാം. ഒരുപാട് അനുഗ്രഹങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്.